ഒരു ഷൂ കമ്പനിയുടെ മുതലാളി CEO ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് 2 സെയിൽസ്മാൻമാരാണ് ഒരു കുഗ്രാമത്തിലേക്ക് ഷൂവിൻ്റെ സെയിൽസിന് വേണ്ടി അയച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ പോയി ഒരു സർവേ നടത്തി എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ റിപ്പോർട്ട് അവരുടെ ഈ CEOന് സമർപ്പിച്ചു. പുള്ളി ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം റിപ്പോർട്ട് കൊടുത്ത ആളെ ഫയർ ചെയ്തു, ഡിസ്മിസ് ചെയ്തു, ജോലിയിൽ വേണ്ട എന്ന് പറഞ്ഞു. രണ്ടാമത് റിപ്പോർട്ട് കൊടുത്ത ആ സെയിൽസ്മാനെ വിളിച്ചു, അഭിനന്ദിച്ചു, അവനൊരു പ്രൊമോഷൻ കൊടുത്ത് സെയിൽസ് ഹെഡാക്കി മാറ്റിയിട്ട് അവനെ അപ്പോയിൻ്റ് ചെയ്തു. ഇത് വളരെ എല്ലായിടത്തും കേട്ടിട്ടുള്ളതായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കി വരുമ്പോൾ രണ്ടുപേരും സെയിൽസ്മാൻമാർ ഒരേ കാര്യത്തിനാണ് പോയത്. അവരുടെ കമ്പനിയുടെ ഷൂ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുഗ്രാമമായിരുന്നു. അവിടെ ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യത്തെ ആൾ കൊടുത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, സർ, ഞാനിവിടെ ഇറങ്ങി നോക്കി, ആ ഗ്രാമത്തിൽ ആരും ഷൂ ഉപയോഗിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഇവിടെ ഷൂ സെയിൽ ചെയ്യാനുള്ള യാതൊരു സ്കോപ്പ് നമുക്ക് കാണുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതോടുകൂടി ഷൂ കമ്പനി ഷൂ അല്ലാണ്ട് പിന്നെ ഒന്നും വിൽക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അവ ഉണ്ടായിട്ട് കാര്യമില്ല. സോ അവനെ റിമൂവ് ചെയ്തു. രണ്ടാമത്തെ ആൾ കൊടുത്ത ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ ആളുടെ കാലമിൽ ഷൂ ഇല്ല, നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ട്, ഇവിടെ നമ്മുടെ ഷൂ നമുക്ക് വിറ്റഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. പറഞ്ഞു വന്നതിൻ്റെ കാരണം, നമ്മൾക്ക് എന്തൊരു സാഹചര്യം വന്നാലും, അത് സെയിൽസിലായാലും ജീവിതത്തിലായാലും കാഴ്ചപ്പാടിലായാലും നെഗറ്റീവ്സ് വരാം, ബുദ്ധിമുട്ടുകൾ വരാം, അതിലൊക്കെ ഒരു നന്മ കാണാനും ഒരു പോസിറ്റിവിറ്റി കാണാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ പോസിറ്റീവ് ലിവിങ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയാൽ പല കാര്യങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും, സക്സസ്സിലേക്ക് നമുക്ക് പോകാനും പറ്റും. കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.